Hi friends, welcome to Jasna's Kitchen. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ലോക്ക്ഡൗണിൽ പെട്ട് കിടക്കുക കേട്ടോ. അപ്പം എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും സേഫായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളെല്ലാ ദിവസവും ഇപ്പോൾ നോമ്പായപ്പോൾ അധികം സ്നാക്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇന്നൊരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ഞാനിത് എൻ്റെ രീതിയിൽ കാണിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂന്തലും അതുപോലെ തന്നെ ചെമ്മീനും ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ റെസിപ്പി പറയാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ കൂന്തൽ കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഒരു കളറ് വരാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറയ്ക്കാം കേട്ടോ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ്. 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. ഇത് ഞാൻ ഇറച്ചി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കൂന്തലിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കൂന്തലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കാരണം കൂന്തൽ നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. നമ്മളെ കൂന്തലൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്, ചുവന്നുള്ളി അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏത് ഉള്ളിയായാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇരിക്കുന്നതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ 1 കപ്പ് നിറച്ചും ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം നല്ല ഡിഫറെൻ്റാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോഴേ നന്നായിട്ട് ഇതിൽ മിക്സായി വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക് ഞാൻ കീറിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ വാങ്ങിച്ച് വെച്ചത് ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർത്തത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊരു പാത്രത്തിൽ വെക്കുന്ന സമയത്ത് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം ആകുമ്പോൾ ഇതുപോലെ അടിക്കൊന്നും പിടിക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റും എന്താ പറയുക മണമൊക്കെ ഒന്ന് നല്ല ഡിഫറെൻ്റാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ഒക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇതിലേക്ക് നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് പൗഡർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലും പച്ച വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നാടൻ കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്.
അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കൂന്ത വരട്ടിയത് അല്ലെങ്കിൽ കൂന്ത റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.